ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎയിലെ വിമാനത്താവളങ്ങളിൽ വിസിറ്റിംഗ് വിസയിൽ ജോലി തേടിയെത്തുന്നവരെ കണ്ടെത്താൻ എമിഗ്രേഷൻ വിഭാഗം പരിശോധന കർശനമാക്കി. കൃത്യമായ യാത്രാരേഖകൾ ഇല്ലാത്തതിനാൽ ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആളുകളെ കഴിഞ്ഞ ദിവസം ദുബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചിരുന്നു. സന്ദർശക വിസയിൽ എത്തുന്നവർ സന്ദർശന ലക്ഷ്യം, താമസ സ്ഥലം, ചെലവഴിക്കാനുള്ള പണം എന്നിവയെക്കുറിച്ച് വിമാനത്താവളങ്ങളിൽ ചോദിക്കും. വ്യക്തമായി ഉത്തരം പറയാത്തവർക്ക് വിമാനത്താവളത്തിന് പുറത്തു കടക്കാൻ സാധിക്കില്ല. സന്ദർശക വിനോദസഞ്ചാര വിസകളിൽ എത്തുന്നവർക്ക് ജോലി ചെയ്യാൻ അനുവാദമില്ല. റിക്രൂട്ട്മെന്റ് ഏജൻസിയും ട്രാവൽ ഏജൻസിയും സന്ദർശക വിസയിൽ ജോലി ഉറപ്പ് നൽകിയാലും അത് നിയമവിരുദ്ധമാണ്. തൊഴിൽ വിസയിൽ വരുന്നവർ എൻട്രി പെർമിറ്റിൽ യുഎയിലെത്തി ജോലിയിൽ ചേരാൻ ആവശ്യമായ വിസ നടപടികൾ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. സന്ദർശക വിസയിൽ വരുന്നവരുടെ ലക്ഷ്യം വിനോദസഞ്ചാരമാണെങ്കിൽ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വിവരം, മടക്ക ടിക്കറ്റ്, രാജ്യത്ത് ചെലവഴിക്കാനുള്ള പണം എന്നിവ കരുതണം. ബന്ധുവിനെയോ സുഹൃത്തിനെയോ സന്ദർശിക്കാനാണ് വരുന്നതെങ്കിൽ ഇവരുടെ വിസയുടെ പകർപ്പ്, പാസ്പോർട്ടിൻ്റെ പകർപ്പ്, വിലാസം, ഫോൺ നമ്പർ എന്നിവയും കരുതണം. താമസ സ്ഥലത്തിൻ്റെ പേര് വിവരങ്ങളും പറഞ്ഞിരിക്കണം. മസ്കറ്റ് ഗവർണറേറ്റിലെ പ്രധാന പാതയിലെ പാലത്തിൽ കാറിന് തീപിടിച്ചു. ഖൊറം ഏരിയയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു അപകടം. ഓടിക്കൊണ്ടിരിക്കെ കാറിൻ്റെ മുൻവശത്തു നിന്നും പുക ഉയരുകയും പിന്നീട് തീപിടിക്കുകയുമായിരുന്നു. മസ്കറ്റ് യൂണിറ്റ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്തെ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ദോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച വൻതോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു. ദോഫാർ പോലീസ് കമാൻഡും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നിരോധിത സിഗരറ്റുകൾ കണ്ടുകെട്ടിയത്. സംഭവത്തിൽ അറബ് രാജ്യക്കാരായ 3 പേർ അറസ്റ്റിലായി. പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ച ബോട്ടും കണ്ടുകെട്ടി. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ജോർദാൻ സന്ദർശനം ആരംഭിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ സുൽത്താനും പ്രതിനിധി സംഘത്തിനും അമ്മാനിൽ ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു. അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി സുൽത്താൻ കൂടിക്കാഴ്ച നടത്തി. അമ്മാനിലെ ബാസ്മാൻ കൊട്ടാരത്തിൽ നടന്ന ചർച്ചയിൽ ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങളിലും വീക്ഷണങ്ങൾ കൈമാറി. അറബ് സംയുക്ത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തു. സുൽത്താന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചേക്കും. ഒമാൻ പ്രതിനിധി സംഘം ജോർദാനിലെ വിവിധ മന്ത്രിമാരുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക, ടൂറിസം, വ്യാപാര, നിക്ഷേപ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പായാണ് സുൽത്താന്റെ സന്ദർശനത്തെ അധികൃതർ കാണുന്നത്. ബുദ്ധപൂർണിമ പ്രമാണിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം അടിയന്തര സേവനങ്ങൾക്ക് 24 മണിക്കൂറും 98282270 എന്ന നമ്പറിലോ 80071234 എന്ന നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്. ഫലസ്തീനിലെ പ്രതികൂല സാഹചര്യങ്ങൾ ഒമാൻ ടൂറിസത്തെയും സാരമായി ബാധിച്ചുവെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രി സാലിം മുഹമ്മദ് അൽ മഹ്റൂഖി അറിയിച്ചു. ഒമാൻ ആതിഥേയത്വം വഹിക്കുന്ന 50ാമത് UNWTO മിഡിൽ ഈസ്റ്റ് റീജിയണൽ കമ്മീഷൻ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം മേഖലയിൽ ഒമാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും നിരവധി അവസരങ്ങളാണ് രാജ്യത്തുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറുന്ന കൺവെൻഷനിൽ ആഗോള വിദഗ്ധരുൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. വിമാനം റദ്ദാക്കപ്പെടുകയോ വൈകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ ഒമാൻ ഏവിയേഷൻ വിഭാഗം ഓർമ്മിപ്പിച്ചു. ഇത്തരം സാഹചര്യങ്ങൾ 2 ആഴ്ച മുമ്പെങ്കിലും യാത്രക്കാരെ അറിയിക്കുന്നതിന് വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ ടിക്കറ്റിൻ്റെ പണം തിരികെ നൽകുകയോ മറ്റൊരു റൂട്ടിൽ ടിക്കറ്റ് മാറ്റി നൽകുകയോ താമസവും ഭക്ഷണവും ഉൾപ്പെടെ യാത്രക്കാർക്ക് ലഭ്യമാക്കുകയോ വേണമെന്നും സിവിൽ ഏവിയേഷൻ നിയമത്തിൻ്റെ ആർട്ടിക്കിൾ 4 വിശദീകരിക്കുന്നു.
അതേസമയം അസാധാരണവും വിമാന കമ്പനികളുടെ നിയന്ത്രണത്തിന് അതീതവുമായ സാഹചര്യത്തിലാണ് വിമാനം റദ്ദാക്കപ്പെടുന്നത് എങ്കിൽ വൈകുന്നതിനും കാരണമെങ്കിൽ എയർലൈനുകളെ നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ലഗേജുകളുടെ നാശനഷ്ടം, കേടുപാടുകൾ, കാലതാമസം എന്നിവയിൽ യാത്രക്കാരന്റെ അവകാശങ്ങൾ മോൺട്രിയൽ കൺവെൻഷൻ വ്യവസ്ഥകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നും കൂടാതെ അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രത്യേക അവകാശങ്ങളും യാത്രക്കാരനുണ്ടെന്നും ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം കൂട്ടിച്ചേർത്തു. 2023 വ്യോമയാന മേഖലയിലെ 379 പരാതികൾ കൈകാര്യം ചെയ്തതായി ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം അറിയിച്ചു. പരാതികളിൽ കൂടുതൽ വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 93 പരാതികളാണ് ഈ തരത്തിൽ ലഭിച്ചതെന്നും സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. 90 പരാതികൾ വിമാനം വൈകുന്നത് സംബന്ധിച്ചും ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. ലഗേജ് നഷ്ടമായതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ 69 പരാതികളും അധികൃതർ കൈകാര്യം ചെയ്തു. ബുക്ക് ചെയ്ത സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട 61 കേസുകൾ, യാത്രാ ടിക്കറ്റുമായി ബന്ധപ്പെട്ട 4 കേസുകൾ, വിമാന റൂട്ട് മാറ്റവുമായി ബന്ധപ്പെട്ട 3 കേസുകൾ, മറ്റ് വിവിധ മേഖലകളിലായി 51 പരാതികൾ എന്നിവയാണ് സിവിൽ ഏവിയേഷൻ വിഭാഗം കൈകാര്യം ചെയ്തത്. ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം റൈസിയുടെയും പ്രതിനിധി സംഘത്തിന്റെയും നിര്യാണത്തിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ അനുശോചനം അറിയിച്ച് നിരവധി ഒമാൻ മന്ത്രിമാർ ഇറാനിലെത്തി. ഇറാൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുഖ്ബർ ഒമാൻ സംഘത്തെ സ്വീകരിച്ചു. മന്ത്രിമാരുടെ സംഘം നേരത്തെ മസ്കറ്റിലെ ഇറാൻ എംബസിയിലും എത്തിയിരുന്നു. ഒമാനുമായുള്ള സാഹോദര്യബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അന്തരിച്ച പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും വഹിച്ച പങ്കിനെ അവർ അനുസ്മരിച്ചു. എംബസി സന്ദർശിച്ച് സാന്ത്വന വാക്കു നൽകിയ മന്ത്രിമാർക്കും ഇറാൻ അംബാസിഡർ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. അനുശോചന രജിസ്റ്ററിൽ ഇറാനോട് അഗാധമായ അനുഭാവവും അനുകമ്പയും രേഖപ്പെടുത്തിയാണ് മന്ത്രിമാർ മടങ്ങിയത്. വിൽപ്പന വസ്തുക്കൾ കടകൾക്ക് പുറത്ത് പ്രദർശിപ്പിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മസ്കറ്റ് നഗരസഭ അറിയിച്ചു. ഇത്തരം തെറ്റായ പ്രവൃത്തികളെക്കുറിച്ച് പൊതുജനങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യാം. 111 എന്ന നമ്പറിലാണ് പരാതികൾ സമർപ്പിക്കേണ്ടത്. നഗര സൗന്ദര്യത്തെ ബാധിക്കുന്നതും നടവഴികളിൽ തടസ്സം ഉണ്ടാക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവണതയാണിത്. എല്ലാവരും നിയമം പാലിക്കണമെന്നും നഗരസഭ അധികൃതർ ആവശ്യപ്പെട്ടു. രാജ്യത്തെ കൊടും ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണമൊരുക്കാൻ അടുത്ത മാസം 1 മുതൽ മധ്യാഹ്ന വിശ്രമം പ്രാബല്യത്തിൽ വരും. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള സമയമാണ് വിശ്രമത്തിനായി അനുവദിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. അതേസമയം 3 മണിക്കൂർ ഇടവേള പുറം ജോലിക്കാരായ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമാകും. ഒമാനിൽ പുതിയ 6 വിമാനത്താവളങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാൻ നായിഫ് അൽ അബ്രി അറിയിച്ചു. അവയിൽ മിക്കതും 2028-2029 പ്രവർത്തനക്ഷമമാകും. റിയാദിലെ ഫ്യൂച്ചർ ഏവിയേഷൻ ഫോറത്തിൽ അൽ ഷെർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഒമാനിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം 13 ഉയരും. ഇത് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായുള്ള ആഭ്യന്തര വ്യോമഗതാഗതം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിമാനത്താവളങ്ങൾ പൂർത്തിയാകുന്നതോടെ ഒമാനിലെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണം 2040 17 ദശലക്ഷത്തിൽ നിന്നും 50 ദശലക്ഷമായി ഉയരും.